ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ. എൽ ജി അയച്ചു തന്ന ഒരു വലിയ പ്രോഡക്റ്റാണ് ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ LG X Boom ON2D ഓൾ ഇൻ വൺ ഹൈഫൈ സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. റിമോട്ടിലിടുന്ന 2 ബാറ്ററി, യൂസർ മാനുവൽ, ഇതിൻ്റെ ഒരു റിമോട്ട്. അപ്പോൾ ഇതേ ഇരിക്കുന്നു LGയുടെ ഹൈഫൈ ഓൾ ഇൻ സിസ്റ്റം. നമ്മുടെ വീട്ടിൽ നടത്തണമെങ്കിൽ ഈ ഒരു സ്പീക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പാർട്ടി ഹാളിലൊക്കെ ഇതുപോലെ പാർട്ടി നടത്താനൊക്കെ ഉപയോഗിക്കാം. അതായത് ഇതൊരു ഓൾ ഇൻ വൺ ഹൈഫൈ സിസ്റ്റമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് CD-യോ DVD-യോ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതായത് DVD പ്ലെയർ ഉണ്ട്, MP3 പാട്ടുകളൊക്കെ അതിനകത്ത് പ്ലേ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് സംവിധാനമുണ്ട്. നമ്മുടെ ഫോൺ ഇതുമായിട്ട് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഫോണിലെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ FM സംവിധാനമുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഓൾ ഇൻ വൺ ഹൈഫൈ സിസ്റ്റമാണ് നമ്മളിന്ന് പരിശോധിക്കുന്ന LGയുടെ X Boom. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം. നമ്മൾ ഈ പവർ ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ചെയ്യാനും ഈ ഒരു ഡിവൈസ് ഓഫ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തത് ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യാൻ സാധിക്കും. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതുപോലെ ഹലോ എന്നെഴുതി കാണിക്കും. വോളിയം എത്ര ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു USB ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് MP3 പാട്ടുകളുള്ള USB ഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഡെക്ക് പോലൊരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമുക്ക് ഇതുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്ത് പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ഫോൺ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു F എന്നെഴുതിയ ഒരു ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്. ഈ F എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലാണ്. BT എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് പെയറിംഗ് മോഡാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്ത് ഈ ഡിവൈസ് ഉപയോഗിക്കാം. വീണ്ടും ഈ F ഫംഗ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് എന്നുള്ളത് മാറി FM റേഡിയോയുടെ സപ്പോർട്ടിലേക്ക് എത്തും. FM റിസീവർ ആൻറ്റിന ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. F എന്ന് പറയുന്ന ഫംഗ്ഷൻ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് DVD CD മോഡിലേക്ക് മാറും. അപ്പം നമുക്ക് DVD-യോ CD-യോ ഇതിനകത്ത് ഇട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ CD DVD മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബട്ടൺ കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CD DVD ഇടാനുള്ള ഈ ഒരു ട്രേ ഓപ്പൺ ആവുകയും നമുക്കതിനകത്ത് CD ഇട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഉള്ള കൺട്രോളുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണുണ്ട്. ഈ CD DVD ഇടുമ്പോൾ അതിൻ്റെ പ്ലേ കൺട്രോളുകൾ നെക്സ്റ്റ് ട്രാക്കുകളിലേക്ക് മാറാനുള്ളത്, സ്റ്റോപ്പ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള ബട്ടണുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇൻപുട്ട് മൈക്ക് കൊടുക്കുന്നതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷനുണ്ട്. ബാസ് കൂട്ടാനും കുറയ്ക്കാനും, ഇക്വലൈസർ, എക്കോ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു വലിയ സ്പീക്കറാണ് വരുന്നത്. മൊത്തം 100 വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ട്വീറ്ററുണ്ട്. ഈ ഒരു ബാസൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ എയറൊക്കെ പുറത്തേക്ക് പോകാനുള്ളൊരു വെൻറ്റ് ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇതുപോലെ LG എന്ന ബ്രാൻഡ് നെയിം കാണിക്കുന്നുണ്ട്. അതുപോലെ DVD സപ്പോർട്ടുണ്ട് എന്ന്, MP3 പാട്ടുകൾ പ്ലേ ചെയ്യാമെന്ന് പറയുന്നു. HDMI സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു മോഡൽ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട് X Boom. അതുപോലെ ഇവിടെ 2 മൈക്കുകൾ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇവിടെ മൈക്ക് ഇത് കണക്ട് ചെയ്യാം. പക്ഷേ ഈ മൈക്ക് ഇതിനോടൊപ്പം വരുന്നില്ല എന്നുള്ളത് ഓർക്കണം. ഇതിപ്പോൾ എൻ്റെ ഇരുന്ന മൈക്ക് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ 2 മൈക്ക് ഇൻപുട്ടുണ്ട്. അതുപോലെ ഓക്സിലറി ഇൻപുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് FM റേഡിയോയുടെ റിസീവറാണ്. ഇവിടെ ഒരു HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മുടെ TVയിലേക്ക് HDMI സപ്പോർട്ടുള്ള TVയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DVD പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു DVD പ്ലെയറായിട്ട് പോലും ഈ ഒരു ഡിവൈസ് ആക്ട് ചെയ്യും. കിഡിലൻ സൗണ്ട് ക്വാളിറ്റി, മികച്ച ബാസ്, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട്, നല്ല ക്രിസ്പ് ക്ലിയർ സൗണ്ട്.
അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ 21 വരെയാണ് ഇപ്പോൾ വെച്ചത്. അത്രയും വെച്ചപ്പോൾ തന്നെ ഭയങ്കര സൗണ്ട്, ഒരു റൂമിനകത്ത് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഈ 21 വെച്ചപ്പോൾ തന്നെ ഉണ്ട്. മാക്സിമം എത്ര വരെ പോകുമെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഇത് പാട്ട് പ്ലേ ചെയ്യാതെ ഒന്ന് വോളിയം കൂട്ടി നോക്കാം. 40 വരെ മാക്സിമം വോളിയം പോകും. ഇപ്പോൾ 21 ആക്കി, അതായത് പകുതി വെച്ചതേ ഉള്ളൂ, എന്നിട്ട് തന്നെ ഭയങ്കര സൗണ്ടായിരുന്നു. നല്ല മികച്ച സൗണ്ട് ഔട്ട്പുട്ട്, അത് പറയാതെ വയ്യ. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്ബൂം എന്ന LGയുടെ ഈ ഒരു ഹൈഫൈ ഓൾ ഇൻ വൺ സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരുവിധം അതിൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വാങ്ങുന്നതിനുള്ള ലിങ്ക് നമുക്ക് വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സൈറ്റിൽ LGയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അപ്പോൾ LGയുടെ എക്സ്ബൂം ONTD-യുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.